നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നമ്മൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇവിടെ ആവാഹന പൂജ നടക്കുന്ന ഹാളിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നതും പിന്നിൽ നിൽക്കുന്ന എല്ലാവരും മുമ്പ് ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞു. അത് വർഷങ്ങൾക്ക് മുമ്പ് പൂജ കഴിഞ്ഞവരും കുറച്ച് നാൾ മുമ്പ് പൂജ കഴിഞ്ഞവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടൊക്കെ മാറി ജീവിതം നല്ല രീതിയിൽ പച്ച പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും തടസ്സം വരുന്ന ഫീല് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല, നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പിന്നെ ആവാഹന പൂജയ്ക്ക് വന്ന സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾ 100 കിട്ടിയ 110 ചിലവാകുന്ന ഒരവസ്ഥ, ഇതെല്ലാം മാറി ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആ ഓർമ്മകളുമായി ജീവിച്ചു പോകുമ്പോൾ വീണ്ടും ഇപ്പോൾ നമുക്കൊരു പനി വന്നു, ആ പനി ചികിത്സിച്ച് മാറി. വീണ്ടും പനി വരുമ്പോൾ ഡോക്ടർ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പനിക്കാണെന്ന്? അതിൻ്റെ ആവശ്യമില്ല. അതേപോലെയാണ് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. വീണ്ടും ശത്രുക്കളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പോലെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സമയത്ത് അവരിവിടേക്ക് എത്തുന്നു. അത് ഗൾഫിൽ നിന്ന് വന്നവരുണ്ട്. എൻ്റെ വലതുവശത്തിരിക്കുന്ന സിന്ധു ബോംബെയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് സമയമുള്ള സമയങ്ങളിലൊക്കെ സഹോദരിമാരോടൊപ്പം ചിലപ്പോൾ 2-3 മാസം കൂടുന്ന സമയത്ത് നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ പ്രണവമലയിൽ 26 ദേവതകളുടെ അടുത്തും ദർശനം നടത്തും. അപ്പോൾ ഇവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ജീവിതത്തിൻ്റെ ഗതികളൊക്കെ മാറ്റിയ ആളുകളാണ്. അപ്പോൾ നിങ്ങളിത് അറിയേണ്ടത്, നമുക്ക് മേടമാസം ആരംഭിച്ചപ്പോൾ വിഷു മുതൽ പ്രണവമലയിൽ തിരുവുത്സവമായിരുന്നു. 27 ദേവതകൾക്ക് കലശമാട്ടം നടന്നു. അത് തന്നെ നമ്മുടെ കലശമാടുന്ന സമയത്ത് തടിയൂർ കലേഷ് കുമാർ എന്ന് പറയുന്ന പുന്നാരമകൻ പറഞ്ഞു, എനിക്ക് പൂജ അറിഞ്ഞുകൂടാ, ആവാഹനം അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ, ജ്യോതിഷം അറിഞ്ഞുകൂടാ, കലശം അറിഞ്ഞുകൂടാ, ഇവന് വല്ലതറിയോ? ഈ പറയുന്ന പാരമ്പര്യ കൗബീനധാരികൾക്ക് വല്ലതറിയോ? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇത്രയും പേരെ കൂടെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നു. ഏതെങ്കിലും പ്രഗത്ഭരായ ഒരു കൗബീനധാരിക്ക് അല്ലെങ്കിൽ ഈ ജ്യോതിഷത്തിൻ്റെ കുലപതികൾ എന്ന് പറയുന്ന കണിയാന്മാർക്ക് ഇതേപോലെ ജനസമൂഹത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് പൂജ നടത്തി ജീവിതം ജയിച്ച് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകൾ പറയുന്ന പോലെ അവരൊന്ന് ഗ്യാരണ്ടി ഏറ്റെടുത്തു. നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ലല്ലോ. അപ്പോൾ നിത്യവും അധിക്ഷേപ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ഞാൻ ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ആളാണ്. എൻ്റെ ചെറുപ്പം മുതൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ആശാരിയെ, കണിയാനെ, പുലയനെ, പറയനെ, അങ്ങനെ താഴേക്കടയിലുള്ള ജാതിക്കാരെയൊന്നും വീട്ടിൽ കയറ്റാൻ എൻ്റെ അച്ഛൻ സമ്മതിക്കാറില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കാറുള്ള ചോദ്യം, അച്ഛന് സഹായികളായിട്ട് സഹായിക്കാൻ വേണ്ടത് പുലയനാണ്. ആ സമയത്ത് അവർ ജോലി ചെയ്ത് അച്ഛൻ്റെ കൂടെ സഹായിക്കുമ്പോൾ ഇല്ലാത്തൊരു വിഷമം, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആ സമയത്ത് എൻ്റെ പിതാവൊന്നും മിണ്ടാറില്ല. അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്തും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളായിട്ട് സഹകരിച്ച് ജോലി കൊടുത്ത് എനിക്ക് അവർക്ക് പ്രത്യേകിച്ച് കുറവുകളുള്ള പോലെ തോന്നിയിട്ടില്ല. കുറച്ച് ഈഗോ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ആ ചിന്തയോടുകൂടി തന്നെ സമൂഹത്തിലെ അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും മാറ്റണം എന്ന ചിന്തയിലേക്ക് എത്തി. എന്തുകൊണ്ട് അയിത്തം മാറുന്നില്ല എന്നുള്ള അന്വേഷണത്തിൽ നാരായണ ഗുരു, കണിയാനായ നാരായണ ഗുരു ആണ് സമൂഹത്തിനെ കാർന്നു തിന്നുന്ന വില്ലൻ എന്നും കേരള സമൂഹത്തിൽ ജനസംഖ്യയിൽ 20% ഹൈന്ദവത്തിൽ 41% വരുന്ന ഈഴവരുടെ അന്തകനായിട്ടാണ് നാരായണ ഗുരു, കണിയാൻ നാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു ക്രിയേഷൻ നടത്തി ഇല്ലാത്ത വെടിക്കഥകൾ പറഞ്ഞ് പാവം ഈഴവരെ പറ്റിച്ചു. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി വരുന്ന സമയത്താണ് നമുക്ക് അയിത്തത്തിനെതിരായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ജാതി മതങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യതയിൽ നിലവറയ്ക്കകത്ത് കയറി ദർശനം നടത്താൻ പറ്റുന്ന ഒരു ക്ഷേത്രം, അതേപോലെ അകലങ്ങളിൽ നിന്ന് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രം, ആ ഒരു രീതിയിലേക്കാണ് ഇവിടെ അഷ്ടഗണപതി ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സ്വയംഭൂവായി സത്യയുഗ ആരംഭത്തിൽ സ്വയം പ്രത്യക്ഷനായ ശൈവ വൈഷ്ണവ ചൈതന്യമായ പേരമംഗലത്തപ്പൻ എനിക്ക് ഇരിപ്പിടം തന്നിട്ട് മതി മറ്റുള്ള ദേവാലയ നിർമ്മാണം എന്ന ഭഗവാന്റെ അരുളിപ്പാട് ഞാൻ ശിരസാവഹിച്ചുകൊണ്ട് ഭഗവാന്റെ പത്തിയിൽ പ്രണവമല തീർക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ ദേവീ ദേവന്മാരെയും പ്രതിഷ്ഠ നടത്താൻ സാധിച്ചു. അങ്ങനെ 26 ദേവതകളും ഭഗവാനോടൊപ്പം 27 ദേവതകൾക്ക് പ്രതിഷ്ഠ നടത്തി എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പൂജാരിമാരാക്കണം എന്ന എൻ്റെ വലിയ ആഗ്രഹം ക്രിസ്ത്യാനിയും മുസ്ലിമും പുലയനും പറയനും ഉള്ളാടനും ഊരാടനും നമുക്ക് മനുഷ്യരായി വരുന്നു. അത് സ്ത്രീകളെയും പൂജ പഠിപ്പിച്ചു. എൻ്റെ ചിന്തകളിൽ സ്ത്രീകളെ പൂജാരിമാരാക്കണം. പക്ഷേ എന്തായാലും നമ്മുടെ സമൂഹം അത്ര കണ്ട് വളരാത്തതുകൊണ്ട് സ്ത്രീകളെ പൂജാരിമാർ വീടുകളിലുള്ള ഗണപതി ഹോമം വ്യവസ്ഥയ്ക്ക് മാത്രമാക്കി ക്ഷേത്രത്തിലേക്ക് ആക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ സമൂഹം അംഗീകരിക്കാത്തതുകൊണ്ട് ഞാനത് അവിടെ സ്ലോവിൽ നിർത്തി. ആ സമയത്ത് ഒരുപാട് പേരെ ഇവിടെ പൂജ ഞാൻ പഠിപ്പിച്ചു.
അത് ഒരു ഗതിയും പരഗതിയില്ലാതെ വന്ന ഒരു ആദിവാസി യുവാവ്. അവൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എനിക്കന്ന് 3000 രൂപയാണ് കൺസൾട്ടേഷൻ ഫീസ്. അവനാകെ 500 രൂപ കൊണ്ടുവന്നുള്ളൂ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, രക്ഷപ്പെടുത്തണം. എൻ്റെ ഒരു ഫോട്ടോ വരച്ച് കൊണ്ടു തന്നു. ആ ദിവസം ഞാൻ അവന് കൺസൾട്ടേഷൻ കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു ഏലസ് ഫ്രീ ആയിട്ട് കൊടുത്തു. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ നന്നായി വരണം, നീ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം. അങ്ങനെ ഏലസ് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു. എനിക്ക് ക്ഷേത്രത്തിൽ പൂജാരി ആകാൻ ആഗ്രഹമുണ്ട്, ജോലി തരുമോ? നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ജോലി തരാം. അങ്ങനെ അവനെ ഇവിടെ ചേർത്തു. 6 മാസം. അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജോലിക്ക് കയറുമ്പോൾ ഞാൻ ശമ്പളം കൊടുക്കും, അല്ല ഞാൻ ആരെ കൊണ്ട് ഫ്രീ ആയിട്ട് പണിയെടുപ്പിക്കില്ല. നിങ്ങൾക്കറിയാം, കേരളത്തിലായാലും പുറത്തായാലും ഏതൊരു കമ്പനിയിലായാലും ട്രെയിനിങ് ആയിട്ടുള്ള സമയത്ത് അവിടെ ഒരിക്കലും ശമ്പളം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ തുടങ്ങുമ്പോൾ മുതൽ ശമ്പളം കൊടുക്കും, അടിസ്ഥാന ശമ്പളവും. പിന്നെ അതുകൂടാതെ അലവൻസും മറ്റുള്ള കാര്യങ്ങൾ ഇൻസെൻറ്റീവ് എല്ലാം കൊടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന പൂജാരിമാർ ഇവർക്കെല്ലാം ഒരു മാസത്തിൽ മിനിമം 30, 40, 50, 60 ഇത്രയും വലിയ സംഖ്യ ഇൻസെൻറ്റീവും ശമ്പളമായിട്ട് ഞാൻ കൊടുത്തു. അതുകൂടാതെ നേരിട്ട് വരുന്ന ആളുകൾ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ പൂജാരിമാരുടെ മുമ്പിലും ദക്ഷിണത്തട്ട് വെച്ചിട്ടുണ്ട്, പൂജാരിക്കുള്ള ദക്ഷിണ. നിങ്ങൾ കേരളത്തിൽ നിന്നല്ല, ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? പൂജാരിമാർക്കുള്ള ദക്ഷിണ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ തന്നെ അഭ്യർത്ഥിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. അപ്പോൾ ഇതൊന്നും ആത്മീയത അറിയില്ലാതെ വന്ന ഈ ആളുകൾക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് കണിയാൻ നാരായണ ഗുരു ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് SNDP മുന്നോട്ട് പോയപ്പോൾ ഞാനായിട്ട് ഭയങ്കര ഫൈറ്റ്. ഈ ഫൈറ്റിലേക്ക് വന്നപ്പോൾ ഒരു ഞമ്മണിക്കുട്ടി വന്നു, ശശി അണ്ണൻ വന്നു, വിഭൂഷി വന്നു, രമേഷ് ജി വന്നു, അങ്ങനെ കണിയാന്മാർ വന്നു, പലരും വന്നു. ഇവരെല്ലാം എൻ്റെ അടുത്ത് പരാജയപ്പെട്ടു. പിന്നീട് തടിയൂർ കലേഷ് കുമാർ എന്ന പുന്നാര മകൻ, ഞാൻ അവനായിട്ട് 2.25 വർഷം ഭയങ്കര അടി നടന്നു. അവൻ തോറ്റ് ഓടിപ്പോയി. പിന്നീട് നോക്കിയപ്പോഴാണ് ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇങ്ങനെ തടിയൂരി ഓടിപ്പോയ കഥ പറഞ്ഞു. അന്ന് എൻ്റെ ക്യാമറമാൻ പയ്യൻ പറഞ്ഞു, ഇനി അവനെ പൊക്കി കൊണ്ടുവരും. എന്തായാലും ഞാൻ പറഞ്ഞു, എന്തായാലും ഈ SNDPക്കാരെ കൊണ്ടുവരും, കാരണം അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് ഇതെല്ലാം അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദമാണ്. പകരം നാണുക്കണിയാൻ്റെ 2 വരി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതം ജയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവൻ, ഇഴവരെ മുഴുവൻ മഞ്ഞ പതപ്പിച്ച് അങ്ങനെ വട്ടം ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോകൾ കണ്ട് ഈ കൂടെ ഇരിക്കുന്നതിൽ കൂടുതലും ഇഴവർ തന്നെയാണ്. അതേപോലെ തന്നെ ഹരിജനങ്ങളുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു SI വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഹരിജൻസ് എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ? കാരണം നമ്മൾ ജനിച്ചു വളർന്ന സമൂഹത്തിൽ ഹരിജൻ എന്ന് പറയുന്നത് എന്താ? മഹാത്മാഗാന്ധി ഇട്ട് കൊടുത്ത പേരാണ് ഹരി. എന്നാൽ മഹാവിഷ്ണു ജനങ്ങൾ, ഹരിജനങ്ങൾ, മഹാവിഷ്ണുവിൻ്റെ ജനങ്ങൾ എന്ന് വളരെ ഭക്ത്യാദരപൂർവം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എഴുതി തന്ന നാമകരണമാണ്. അപ്പോൾ അത് ഹരിജൻസ് എൻ്റെ കൂടെ നിൽക്കണം SNDP ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്നുള്ള ആ ഒരു ഫോൺ സംഭാഷണമുണ്ട്. അത് എൻ്റെ പേരമംഗലത്തപ്പൻ്റെ അടുത്ത് ഇവിടുത്തെ ഏത് പൂജാരിനെയും നിർത്താൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഞാനായിട്ട് സംസാരിക്കുന്ന അജീഷ് നല്ല കറുപ്പാണ്. 3 മാസം ഞാൻ അവനവിടെ പൂജാരിയാക്കി കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് നിന്നൊരു വണ്ടിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷേത്രമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ കയറി വരുന്ന നടയിൽ തന്നെ കളർ കാണുമ്പോൾ പിന്നെ മുകളിലേക്ക് ആരും കയറുന്നില്ല, അതുകൊണ്ട് സാറിൻ്റെ ഈ തീരുമാനം ഒന്ന് മാറ്റണം. അങ്ങനെയാണ് 3 മാസം കഴിഞ്ഞപ്പോൾ അജീഷിനോട് ഞാൻ സ്വയമേ പറയും, അജീഷെ, നമ്മുടെ സമൂഹത്തിന് മാനസികമായിട്ട് ഇത്രയും വളർച്ച വന്നിട്ടില്ല, അതുകൊണ്ട് നീ എന്തായാലും വരുമാനമുള്ള വേറെ ക്ഷേത്രത്തിൽ ഞാൻ ആക്കിത്തരാം, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നിന്ന സമയത്താണ് ഇവർക്ക് കിട്ടുന്ന പൈസ SNDP ആയിട്ടുള്ള അടിയിൽ നമുക്കിവിടെ കുറച്ച് പേര് ഫോളോ ചെയ്തവർ ഇട്ടേച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് ഒരു നിസ്സാര വരുമാനത്തിൽ കുറവ് വന്നു. പിന്നെ 2 പേരെ ഞാൻ ഇവിടെ നിന്ന് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് സ്ഥാനം മാറ്റി. അപ്പോൾ അവർക്കൊക്കെ വരുമാനത്തിൽ കുറവ് വന്നു. അങ്ങനെ കുറവ് വന്നപ്പോൾ അവരങ്ങ് ഇളക്കി കൊടുത്തപ്പോഴോ ഇവരൊക്കെ ഇളകി ആടിയിട്ട് ഇപ്പം എന്തിനു പറയുന്നു, ഇവരെയൊക്കെ ജാതീയമായി വളരെ അധിക്ഷേപിച്ച, പാരമ്പര്യത്തിൽ ജനിച്ചവൻ മാത്രം പൂജ ചെയ്യണം, നൂലും കോണവും ധരിച്ചം ചെയ്താലേ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്ന പാരമ്പര്യവാദിയുടെ അടുത്ത് വോയിസുകൾ കൊണ്ടിട്ട് കൊടുത്തിട്ട് പറയുന്നു, ഞാൻ ജാതീയമായ അധിക്ഷേപം നടത്തി. അപ്പോൾ ഇരിക്കുന്ന ജയസന്തോഷ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ളതാണ്. തൊട്ടടുത്തിരിക്കുന്ന അനിത ജയസന്തോഷം കൂട്ടുകാരിയാണ്. അനിത മധ്യപ്രദേശിൽ ജോലി ചെയ്തൊരു ടീച്ചറാണ്. അപ്പോൾ എന്തായാലും ജയ ഇഴവയാണ്, അനിത ഹരിജനാണ്. അപ്പോൾ ജയസന്തോഷിന് അതൊരു SNDPയിൽ ഭജന നടത്തണമെന്നും അവിടെ മീറ്റിംഗ് SDS മീറ്റിംഗ് നടത്താൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്തായാലും ജയയുടെ സാമർഥ്യം പോലെ അവിടെ മീറ്റിംഗ് നടത്തി. ആ സമയത്ത് SDS ഭാരവാഹിയായിരിക്കുന്ന അനിതയെ കൊണ്ട് അവിടെ ഒരു വിളക്ക് തിരുനാളം കൊളുത്തിച്ചു. ഇപ്പോഴും കാഞ്ഞിരപ്പള്ളിയിലുള്ള പലരും ജയയോട് പറയുന്നത്, നീ എന്തായാലും ചെയ്തത് ശരിയായില്ല, SNDPയുടെ അകത്ത് ഒരു ഹരിജൻ യുവതിയെ കൊണ്ട് വിളക്ക് കൊളുത്തി ശരിയായില്ല എന്ന് പറയുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അത്രയ്ക്കും മാനസികമായിട്ട് വളരാത്ത ഒരു സമൂഹത്തിലിരുന്നു കൊണ്ടാണ് ഞാനിവിടെ 27 ക്ഷേത്രങ്ങളിൽ ജാതി നോക്കാതെ എല്ലാവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം എന്ന വാശിയോടുകൂടി ഇവർക്ക് ജോലിയൊക്കെ കൊടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ 3 നേരത്തിന് 6 നേരം തിന്നാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നിയന്ത്രണം വേണ്ട, എന്തു വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞത്. 6 കണ പുട്ടൊക്കെ തിന്നിട്ടേ അവസാനം പുട്ടുണ്ടാക്കിയ ചേച്ചി ജോലി നിർത്തിപ്പോയി, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഒരുത്തം വന്നിട്ട് 16 ചപ്പാത്തി തിന്നതിന് കുറ്റം പറഞ്ഞല്ല കേട്ടോ, 16 ചപ്പാത്തി അന്നത്തോട്ട് ചപ്പാത്തി വാങ്ങൽ നിർത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മുതലാളി ചെയ്യോ? ഇവർ തന്നെ പറഞ്ഞില്ലേ, ഗുരുനാഥനല്ല മുതലാളിയായി. ഏതെങ്കിലും ഒരു മുതലാളി തൊഴിലാളികൾ തിന്ന് കുത്തി വാഴട്ടെ എന്ന് കരുതോ? അപ്പം ഞാനിത് എൻ്റെ മകൻ എന്നോട് പറയുന്നത്, അച്ഛൻ്റെ തൊഴിലാളി പ്രേമം ചെറിയ പ്രേമമല്ല, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വയ്ക്കുന്നത്. നിങ്ങൾ സാമാന്യനൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിൽ ഒരുപാട് മുതലാളിമാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, മാരുതി കാറിൻ്റെ മുതലാളി അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് ഒരുപാട് സമ്പന്നതയിലേക്ക് പോകുമ്പോൾ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളി പറയാണ്, ഞങ്ങൾ തൊഴിലെടുക്കുന്നതുകൊണ്ടാണ് മുതലാളി ഇത്രയും കാശുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവർക്ക് തൊഴിൽ കിട്ടുന്നുണ്ടോ, കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടോ മാത്രം നോക്കിയാൽ പോരെ? തൊഴിലിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതല്ലേ. അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള വെളിവില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം തൂറാത്തവൻ തൂറിപ്പേ തീട്ടം കൊണ്ട് ആറാട്ട്. കാരണം ഇത്രയും കാലം പോകാനില്ല, വയറ്റിലിടാനൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴല്ലേ തിന്നിട്ട് ഏത് നേരം തീറ്റം തൂറലും തന്നെ. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ എനിക്ക് മനസ്സിലായി, തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി എൻ്റെ വിഷമമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ 100 കിട്ടിയ 110 ചിലവുണ്ട്, അതേപോലെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൂടുതൽ നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഉറക്കമില്ലായ്മ വരുന്നുണ്ട്, കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വന്നാൽ ജിന്നിൻ്റെ ഉപദ്രവമാണ്. പിന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം. ഇത് തന്നെ തടിയൂർ കലേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. ഇവൻ പറയുന്നുണ്ട്, ഉറുമ്പ് വരാമെന്ന് പറഞ്ഞാൽ കടിക്കുന്ന ഉറുമ്പാണ് വരണമെങ്കിൽ കാശുണ്ടാവും എന്ന് പറയണം. ഇങ്ങനെയൊക്കെ എന്താ കാണിക്കണേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവന് വല്ലതും അറിയോ? ഈ ബാധാദോഷ ലക്ഷണം വല്ലതും അറിയോ? ആകെ അറിയാവുന്ന പണി എന്താ? മഹാവിഷ്ണുവിന് ഗുരുതി കലക്കലാണ്. ഇത് തന്നെ നമ്മുടെ മേളവിദ്വാനായിട്ട് സംസാരിക്കുന്നുണ്ട്. മേളവിദ്വാൻ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് അറിയില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടുണ്ടോ? വ്യക്തിഹത്യ നടത്താൻ പാടുണ്ടോ? അപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന ഒരു മാരക വിഷമാണ് ഈ തടിയൂർ പുന്നാര മകൻ. ഇവനെ ഒരിക്കലും ഇവിടെ ജാതീയത മാറ്റാൻ സമ്മതിക്കില്ല എന്ന് വാശിടിയാണ്. അപ്പോൾ നിങ്ങളാണ് അറിയേണ്ടത്, നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതോട് ഞാനും ജയമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവർ പറയുന്നുണ്ട്, ഇവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പറയുന്നത് മോൾക്ക് മനസ്സിലായില്ല, മോള് ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായില്ല എന്നാണ് പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് എന്ത് തെറ്റ് ചെയ്തേ? ഒരു മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യ ജീവിയെ കൊണ്ട്, അതും കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഗുരുനാഥയെ കൊണ്ട് വിളക്ക് കൊളുത്തി SNDP ഹാളിൽ, അതുപോലെ ഇതവർ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ മൊത്തത്തിലുള്ള പുരാണ ഇതിഹാസങ്ങളും ജാതീയതയെക്കുറിച്ചും മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയുള്ള ഈഴവരാണ് നമ്മുടെ സമൂഹത്തിൽ ഈ പുലയരെ മറ്റുള്ളവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാൻ തയ്യാറാവുന്നത്. അതിൻ്റെ ഉദാഹരണം കോട്ടയത്ത് തന്നെയുള്ള ശ്രീജ ബിജുമോനുണ്ട്. കോട്ടയത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ അവർ കോട്ടയത്ത് നിന്ന് ഒരു ഹരിതം കോളനിയിൽ നിന്ന് ഒരു വണ്ടി ബസ്സിൽ ആളെ കൊണ്ടുവന്നു. അവർക്ക് പൈസ ഒന്നും ഇല്ല കേട്ടോ, ഇവർ തന്നെ പൈസ ഇല്ലാക്കി ഇവിടെ കൊണ്ടുവന്നു. മുകളിലൊക്കെ കയറി തൊഴുത് കഴിഞ്ഞപ്പോൾ കാർന്നവർ, ശ്രീജ താഴെ നിൽക്കുന്ന സമയത്ത് കാർന്നവർ താഴേക്ക് വന്നു. അപ്പോൾ ശ്രീജ ചോദിക്കും, ചേട്ടാ എങ്ങനെയുണ്ട്, അമ്പലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ക്ഷേത്രമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാം അതിഗംഭീരം, നല്ല പോസിറ്റീവ് ഉണ്ട്. പക്ഷെ മുകളിൽ കയറി ചെന്നപ്പോൾ കുറേ പുലയരും പറയലൊക്കെ അവിടെ പൂജ ചെയ്യണ പോലെ ഒരു ഫീൽ ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പറഞ്ഞത് ആരാ? ഒരു ഹരിജനല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് വലിച്ചു കൊണ്ടുവരുമ്പോൾ അവർ തന്നെ മലന്നിടുന്ന തുപ്പാണ്. ഇത് തന്നെ ഈ അജീഷ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ, എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ഭയങ്കര പുച്ഛമാണ്. ഞാൻ പുച്ഛിക്കണമാരും നിൻ്റെ ആൾക്കാരല്ലേ? അതെ, അതിന് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? മനസ്സിൽ നിന്ന് ജാതി ചിന്ത മാറ്റണ്ടേ? നിനക്ക് നമ്മുടെ ഒരു ഫോളോവർ ഉണ്ട്, ഒരു കർത്ത. അദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ്? അദ്ദേഹം വരുമ്പോൾ മുതൽ തൊഴും, പോകുന്നവരെ തൊഴും. ഞാൻ പറഞ്ഞേ, അദ്ദേഹം തൊഴുന്നത് നിന്നെയല്ല, ആ ദേവതയാണ്. ദേവതയെ പൂജിക്കുന്ന പുരോഹിതനാണ്, അല്ലാതെ നിൻ്റെ കളറോ നിൻ്റെ ജാതിയോ അവർ ശ്രദ്ധിക്കുന്നില്ല. അതാണ് മകനെ ശരിക്കുള്ള മനുഷ്യത്വം. അപ്പം ഇതുപോലും അറിയാൻ പാടില്ലാതെ ഇത്രയും കാലം പാല് കൊടുത്ത കൈക്ക് പാമ്പ് കടിച്ച പോലെ ഈ പോകുന്ന ഈ കുട്ടികൾ, ഈ വിവരദോഷികൾ എവിടെയെങ്കിലും പോയി നേടുമോ? അപ്പോൾ എന്തായാലും നേടിയൊക്കെ ഇവർ വരട്ടെ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഈ പോയവരാരും
ഇതേവരെ ഗതി പിടിച്ച ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കളിയാക്കാൻ വരുന്നവരും കൂടെ നിന്നവരൊക്കെ പിന്നീട് ഈ പടി ഇറങ്ങിയിട്ട് ഒരു തിരിച്ചു കയറ്റം എൻ്റെ രീതിയിൽ ഞാൻ കൊടുക്കില്ല. കാരണം 900 കോടി ആസ്തി ഉണ്ടായിരുന്ന ഒരു വലിയ സിനിമാ തിയേറ്റർ മുതലാളി സാമ്പത്തികമായിട്ട് തകർന്നടിയുമ്പോൾ എൻ്റെ അടുത്ത് ഹെൽപ്പിന് വരുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. നിലപാടുകൾക്കൊന്നും ഒരു മാറ്റമില്ല. അതുകൊണ്ട് വീഡിയോ കണ്ടുപോകുന്ന ആളുകൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അതിൻ്റെ 2-3 വോയിസുകൾ ഞാൻ കേൾപ്പിക്കാം. പിന്നെ ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഇട്ട ഓഡിയോയിൽ പറയുന്ന ഒരു പുന്നാര മകൻ എൻ്റെ ഒരു ശിഷ്യനുണ്ട്. അവൻ എനിക്ക് ഇട്ടുതന്ന വോയിസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, പ്രിൻ്റ് ചെയ്ത് വയ്ക്കാം. നമസ്തേ. തിരുപേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റ് 26 ദേവതമാരുടെയും എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് ഇങ്ങനെ ഒരു മഹാഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ജനിച്ചത് ഒരു പുല്ലുമേഞ്ഞ കുടിലിൽ, പിന്നീടത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെയും പഴയ ഫ്ലെക്സ് ഷീറ്റിൻ്റെയും എല്ലാം ചോരുന്ന മേൽക്കൂരയിലേക്കായിരുന്നു മാറ്റം. ആദ്യമായി ഗുരുനാഥൻ്റെ മുൻപിൽ എത്തിയ എൻ്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെ ഒരു ഗണപതി ഏലസ് വച്ചു തന്നിട്ട് നീ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ജീവിതം മാറിത്തുടങ്ങി. പിന്നീട് ക്ഷേത്രത്തിൽ ജോലി തന്നു. 6 മാസത്തിനുള്ളിൽ ആവാഹനവും. കിടന്നുറങ്ങുവാൻ ഒരു വീടില്ലാത്തവൻ, ജാതിയിൽ താഴ്ന്നവൻ, കറുത്ത നിറമുള്ളവൻ, ഇപ്പോൾ വലിയ മന്ത്രവാദിയാവാൻ പോകുന്നു എന്നെല്ലാം പരിഹസിച്ചവർ ഇന്നും വാടക വീട്ടിലും ജീവിത പടുക്കുഴിയിലുമെല്ലാം കഴിയുമ്പോൾ BPL-ൽ ഒതുങ്ങി കഴിയേണ്ടവനല്ല APL-ൽ ജീവിക്കുവാൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും പരിഹസിച്ചവരുടെ മുൻപിൽ മധുരമായി പുഞ്ചിരിയിലൂടെ മറുപടി കൊടുക്കാൻ പ്രാപ്തനാക്കിയതും എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. ജീവിതമാണ് നേർവഴിയിലേക്ക് തിരിച്ചുവിട്ടത്. അപ്പോൾ ഇത്രയും പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം മെസ്സേജ് ഇട്ട, ഞാൻ വിദ്യ പഠിപ്പിച്ചു കൊടുത്ത എൻ്റെ ഒരു ശിഷ്യനും കൂടെ കുറച്ച് അലവലാദികളും കൂടിച്ചേർന്നുള്ള ശിഷ്യന്മാരെല്ലാം കൂടി KV സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന് പറയുന്ന എന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട എൻ്റെ പൊന്നു മക്കളെ, ഞാൻ തോക്കില്ല. കാരണം ഞാൻ പടവെട്ടി വന്ന ഒരാളാണ്. ഇതെല്ലാം ഇതിനേക്കാൾ മുമ്പേ കണ്ടുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് കലേഷ് കുമാറെ, അതേപോലെ SNDP-യുടെ ബഹുമാന്യ നേതാക്കന്മാരെ, വെള്ളാപ്പള്ളി നടേശ കുരുവേ, നാരായണ മരിച്ചുപോയ കുരുവേ, മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, സമാധിയല്ലേ, എന്തായാലും നിങ്ങൾ എന്തെല്ലാം ലീലാവിലാസം കാണിച്ചാലും ജീവിതം നേടണമെന്നുള്ളവർ തേടിയെത്തും. കാരണം എൻ്റെ കയ്യിലുള്ള ഒരു മിറാക്കിൾ ആവാഹന പൂജ ലോകത്തിൽ ആരുടെ കയ്യിലുമില്ല. ഞാൻ ഇവിടുന്ന് പോയ ഒരെണ്ണത്തിന് നിലവിലുള്ള ആരെയും ആവാഹന പൂജ പഠിപ്പിച്ചിട്ടില്ല. ഇത് തന്നെ എൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞ മുമ്പ് നടന്നവൻ ഇപ്പോൾ 10 പേരെ വെച്ച് ആവാഹനം തുടങ്ങിയെന്നൊക്കെ പറയണത്. ബാധ എന്താന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവനാണ്. ആട്ടുംകാട്ടവും കൂർക്കക്കിഴങ്ങും കൂടി തിരിച്ചറിയാൻ പറ്റാത്ത ഇവൻ്റെയൊക്കെ അടുത്ത് പോയി ആവാഹനവും എന്താ പറയുന്നതെന്ന് അവന് പോലും തിരിച്ചറിയാൻ പറ്റണില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അടുത്ത് പോയി ചതിയിൽ ചാടാതെ നേടണമെന്നുണ്ടെങ്കിൽ നേരെ പ്രണവമലയിലെത്തുക. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത്, മടിച്ചു നിൽക്കണ്ട. നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ നേരെ പ്രണവമലയിലെത്തുക. 27 ദേവതകളുണ്ട്. ഒരു ദേവതയ്ക്ക് 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തുക. അങ്ങനെ 27 ദേവതകൾക്ക് 108 പ്രദക്ഷിണം വെച്ച് താഴെ കൗണ്ടറിൽ ഒന്നൊരു ചരട് വാങ്ങി ധരിക്കാം. ആ ചരട് ധരിച്ച് 27 ദിവസത്തിനുള്ളിൽ ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടും, 5000 രൂപ. ആ ഏലസ് ധരിച്ച 1400 രൂപയുടെ വഴിപാട് എല്ലാ മാസവും പ്രണവമലയിൽ 11 നിൽക്കരങ്ങളോട് മഹാഗണപതിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 1.5 വർഷം വരെ അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് വരാം. മിനിമം 56,000 രൂപയാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രശ്നം നോക്കണമെന്നില്ല, നേരെ പൂജയിലേക്ക് വരാം. 66,000 അടച്ചാൽ നമുക്ക് 3 മാസം, 76,000 അടച്ചാൽ 1 മാസം. ഈ ഞമ്മണിക്കുട്ടി പറയുന്നുണ്ട് സ്പീഡ് പൂജ ലോകത്തിലെവിടെയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം ജീവിതം നേടണം, ഡിപ്രഷൻ മാറ്റണം, ഭ്രാന്ത് മാറ്റണം, കടക്കണിയിൽ നിന്ന് മാറണം, രോഗദുരിതങ്ങൾ മാറണം എന്നൊക്കെ ഉള്ളവർക്ക് പറയുന്ന 4 കാര്യം: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റാം. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ദേഹിക്കണ പോലെ ആളുകളെ പോലെ സൗഭാഗ്യങ്ങൾ നേടാം. വേണമെന്നുണ്ടെങ്കിൽ അതല്ല ഇനി ആലോചിച്ചുകൊണ്ട് പൈസ പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ടിരുന്ന ജയസന്തോഷം എപ്പോഴും പറയുന്നൊരു കാര്യം, ജയയുടെ ജീവിതം തന്നെ കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് അടയാളമായിട്ട് കാണിക്കുന്നുണ്ട്. ഏലസ് ധരിച്ചു, പിന്നീട് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കി, പൂജ കഴിഞ്ഞു വീടുണ്ടാക്കി, നല്ലൊരു സ്ഥാപനം തുടങ്ങാൻ സാധിച്ചു. ഞങ്ങളുടെ അടയാളം, അതായത് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെയാണ് ജയ പറയുന്നത്. വരുന്നവർക്ക് കണ്ടുകൂടെ ഞാൻ ഈ കാണിക്കുന്ന കണ്ടിട്ട്. അപ്പോൾ ഇരിക്കുന്ന ജയയും അതേപോലെ തന്നെ അനിതയും കൂടിയാണ് അവിടെ നിന്ന് ഒരു ബസ്സിൽ ആളെ കൊണ്ട് 1000-ന് 49 പേര് അല്ലെങ്കിൽ 50 പേരുണ്ടാവും. അതിൽ ഇവർ 2 പേരും ചേർന്ന് 3000 6000 രൂപയുടെ വഴിപാട് ചെയ്യും. ബാക്കി വരുന്ന 48 പടകൾ ചേർത്ത് 5000 രൂപയുടെ വഴിപാട് ചെയ്യും. ഞാൻ ജയനോട് ചോദിച്ചു, ഈ വരുന്നവർ 100 രൂപയുടെ വഴിപാട് ചെയ്ത് കഞ്ഞി 2 പ്രാവശ്യം കുടിക്കില്ലേ? കുടിക്കും. അപ്പോൾ അതിന് 120 രൂപ.
അപ്പോഴും വഴിപാടും ചെയ്തു, എൻ്റെ പൈസ 120 കളഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജയ ഇവരെന്താ നന്നാവത്തെ? ഇവരൊരു കാലത്തും നന്നാവില്ല. കാരണം എന്താ? കെട്ടിയന്മാരൊക്കെ കുടിച്ച് റോട്ടിലാണ്. ഈ പെണ്ണുങ്ങളോട് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കി വന്നാൽ ജീവിതം രക്ഷപ്പെടാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആവാഹന പൂജയുടെ 2ാം ദിവസം ഇത്രയും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അല്ലാതെ ഈ പുന്നാരമകൻ പറയുന്ന പോലെയൊന്നും ഇവിടെ പൂജ അറിയില്ല, ആവാഹനം അറിയില്ല, വാസ്തു അറിയില്ല, ചുക്കറിയില്ല, ചുണ്ണാമ്പ് അറിയില്ല എന്ന് പറയുമ്പോൾ കണ്ടോ, സിന്ധുവിടെ ഇരിക്കണല്ലേ, ബോംബെ നിന്നാണ് വന്നിരിക്കുന്നത്. അതൊരു പിന്നിൽ നിൽക്കുന്നൊരു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ വല്ല തലയ്ക്ക് ഓളമുള്ള പോലെ തോന്നുന്നുണ്ടോ? നീ ആദ്യം പോയിട്ട് വല്ല നെല്ലിക്കത്തളം കിട്ടുമെന്ന് നോക്ക്. അതുമൊന്നും തീരില്ല കേട്ടോ. തടിയൂരെ നെല്ലിക്കത്തളത്തിൽ തീരില്ല. നീ ഓടയിൽ ഒരു പ്രാവശ്യം ഞാൻ എഴുതിയതാ, എന്തായാലും ഉടനെ നിനക്കുള്ള. അപ്പം നീ ഇനി പറയും ഭീഷണി, നിന്റെ ചെയ്യുന്ന ആരാ വില കൊടുത്താണ്? വല്ല വിലയുണ്ടോ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പല്ലിൻ്റെ ഇടകുത്തി മണത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ അടി തുടങ്ങും ഓടുക്ക. ഇപ്പം പിന്നെ ആരും നോക്കാനൊന്നും ഇല്ലല്ലോ, നോക്കേണ്ട ആവശ്യമില്ല. SNDPയുടെ കൊട്ടേഷൻ ഉണ്ട്. ഇവരൊക്കെ എത്ര കാലം താങ്ങും? എന്തായാലും കണിയാൻ നാണുവിൻ്റെ പ്രതിമ എടുത്ത് ഫോട്ടോ ഒക്കെ വീട്ടിൽ നിന്ന് മാറ്റി, ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഫോട്ടോ മാറ്റി വരാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം തേടുന്നവരിവിടെ എത്തും. അപ്പോൾ രക്ഷപ്പെടണമെന്നുള്ളവർക്ക് വീഡിയോ കാണുമ്പോൾ വരാം. അതേപോലെ ഞാനീ പറയുന്ന ആചാര്യ സംവാദം ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഞാനിവിടെ തളരില്ല. അടുത്ത ബാച്ച് ഉടനെ ആരംഭിക്കുകയാണ്. നമുക്ക് ആരൊക്കെ പോയാലും വേണ്ടില്ല. ഞാൻ പ്രകൃതിയെ, ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രകൃതി നിയമമാണ്. നമുക്ക് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വരും. അതുകൊണ്ട് നമ്മളുടെ ദൗത്യം ഉദ്ധരിക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. മനസ്സിലാവുന്നവർ മനസ്സിലാവട്ടെ, അല്ലാത്തവർ അവരുടെ പോലെ ജീവിച്ചോട്ടെ. നമുക്ക് കഴിയുന്ന പോലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാം. പിന്നെ അതേപോലെ ജാതകം വാങ്ങി വായിക്കാം. നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ജോലി എന്തായിരിക്കും. ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, ഇതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്താം. 1 വർഷക്കാലത്തേക്ക് അതിലൂടെ ജീവിത വിജയം നേടാം. ലോകത്തിലാദ്യമായിട്ട് സനാതന ധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടന, ജാതിമത ഭേദങ്ങളില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്തൊരു സംഘടനയാണ്. അപ്പോൾ ഈ സംഘടന കൂടായ്പ എന്ന് പറയുന്നത് സംഘടന രജിസ്ട്രേഷനാണ്, ക്ഷേത്രം രജിസ്ട്രേഷനാണ്. നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ലേ. പിന്നെ ആര് വിചാരിച്ചാലും ഇതൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ 11 ദിവസം കലശപൂജ ഗംഭീരമായിട്ട് നടത്തി. മറ്റുള്ള കൗപീനധാരികൾ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്, അതും 1008 കലശം, 1001 കലശമൊക്കെ അവർക്ക് വെറും അരമണിക്കൂർ മതി. എനിക്കാണെങ്കിൽ അത് ഒരു ദിവസം ഫുൾ വേണ്ടി വരും. നമുക്ക് 108 കലശം ചെയ്യാൻ തന്നെ 2 മണിക്കൂർ വേണ്ടി വന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പൂജാവിധികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാത്തവരാൾ പിന്നാലെ പോയി രക്ഷപ്പെടില്ല. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കഴിവില്ല. അപ്പോൾ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വീഡിയോ കാണാൻ വരുന്ന ആളുകൾക്ക് സംശയിച്ച് നിൽക്കണ്ട, നേരെ കൺസൾട്ടേഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. ആവാഹന പൂജയിലേക്ക് വരാം. മരിച്ച പിതൃക്കളെ കൊണ്ട് ആവാഹിച്ചിരുത്തല്ല, സാഹിത്യമൊന്നും കൊടുക്കണ്ട, പ്രേത വേർപാട് വേണ്ട. നമുക്ക് ശ്രാദ്ധബലി പ്രായശ്ചിത്തം ചെയ്യാം. 3000 രൂപയുടെ ചിലവുള്ളൂ. അപ്പോൾ ജീവിതം നേടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചാണത്. അപ്പോൾ അതുകൊണ്ട് തടിയൊരു പൊന്നാരമോനല്ല. ഇവിടെ നിന്ന് പോയ കൊടിച്ചു പട്ടികളായാലും ആരൊക്കെ കിടന്ന് കുരച്ചാലും അത് കുരച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നവർക്ക് എന്ത് പറ്റും? ഇപ്പം നമ്മുടെ ഇവിടെ ഞാൻ 3 ദിവസം ശൂലിന് ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്താ? എനിക്കും ക്ഷേത്രത്തിന് ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ വിട്ടുപോകണം. കറക്റ്റായിട്ട് വിട്ടുപോയി 14 പേര് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കലശം ആടി നിൽക്കുകയാണ്. ദേവി ഉഗ്രപ്രതാപിയാണ്. അതുകൊണ്ട് അടുത്ത എൻ്റെ ഒരു കർമ്മത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഇനി കുറയ്ക്കാൻ വരുന്ന മൂക്കട്ട പോലും ചീറ്റ പോവാത്ത ഇവിടുന്ന് പോയ ഞാൻ വിദ്യ പഠിപ്പിച്ചവരല്ലേ. ഈ വിദ്യ പഠിപ്പിക്കുമ്പോൾ തന്നെ ബാക്കി ചരട് എൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് കുറച്ചുകൊണ്ടേ ഇരിക്കാം. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകാം. രക്ഷപ്പെടണമെന്നുള്ളൊരു ധൈര്യമായിട്ട് വരാം. അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാഴ്ചവയ്ക്കുന്നത്. ഇതോടൊപ്പം 1-2 വോയിസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. അപ്പോൾ പ്രണവമലയിൽ ഇന്ന് പൂജയുടെ 2ാം ദിവസമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് കാണിക്കാൻ പറ്റാഞ്ഞതേ, നമുക്കിവിടെ ഉത്സവ തിരക്കാണ്. ഇവിടെ ആവാഹന പൂജ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, തന്ത്രി ഞാൻ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 11 ദിവസത്തെ നല്ല പണിയായിരുന്നു. മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ തന്നെ പണിയെടുക്കണം. എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം 10:30 സമയമായിട്ടുണ്ട്. രാത്രി 10:30 കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും ആവാഹനം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടറിയണമെന്നുള്ളത് നേരെ വരാം. അല്ലാതെ ഇവിടെ തട്ടിപ്പ് വെട്ടിപ്പ് മന്ത്രവാദം ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കലില്ല. ഡിപ്രഷൻ മാറ്റാം, ഭ്രാന്ത് മാറ്റാം, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രസകരമായ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ വന്ന് കയറിയാൽ, ഉറുമ്പ് പല വിധത്തിലുള്ള ഉറുമ്പുകളാണ് അല്ലേ. ഉറുമ്പുകൾ വന്ന് കയറിയാൽ ഒരു കുടുംബം നന്മയിലാകുമോ
തിന്മയിലാകുമോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താവും? ഉറുമ്പുകൾ വന്നു കയറിയാൽ കടിക്കാത്ത കറുത്തുറുമ്പാണ് വന്ന് കയറിയെങ്കിൽ കടിക്കുന്ന കറുത്തുറുമ്പ് ഉത്തമവും, കടിക്കാത്ത കറുത്തുറുമ്പ് കയറിക്കഴിഞ്ഞാൽ അവിടെ ദുരിതവും അനുഭവിക്കുന്ന. കടിക്കുന്ന കറുത്തുറുമ്പ് വന്നു കയറിയാൽ ധനവും ഐശ്വര്യവും സമ്പാദ്യവും പുതിയ സന്താനങ്ങളും സൽസന്താനങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യമതം പറയുന്നത്. ചുവന്ന ചെറിയ ഉറുമ്പാണെങ്കിൽ രോഗത്തിനും അപകടങ്ങൾക്കും കാരണമാകും. ഒരുപാട് അപകടങ്ങൾ. ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, എൻ്റെ പൊന്ന് സാറേ, ഈ മൊത്തം വലിയ കട്ടായാണ് എല്ലാത്തിനും. ഇന്നലെ അവിടെ ഏതൊരു പെണ്ണുമ്പോൾ ഒരു തള്ള വന്നിട്ട് അവരൊക്കെ ശപിച്ചു എന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിനെ കുറ്റം പറഞ്ഞു. ആണോ? അമ്മ വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞു, നീ കാണിച്ച ശരിയായില്ലെന്ന് എന്നോട് പറഞ്ഞു. അതിനെ കൊണ്ട് വിളക്ക് കത്തിച്ച് നീ കാണിച്ച ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഒരു ജാതി ഒരു മതം പറഞ്ഞെന്താന്ന് ചോദിക്കാനില്ലേ? ചോദിച്ചു. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു, അതൊക്കെ അങ്ങനെയൊക്കെ പറയും, ഇതിങ്ങനെ കാണിച്ചത് നീ കാണിച്ച മോശമാണ്. അല്ല, അതാണ്. അപ്പൊ പിന്നെ എങ്ങനെയെന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതെന്താന്ന് ചോദിക്കണം. അതൊക്കെ പറിച്ചിട്ട് ഒരു വശത്ത് കിടക്കുന്നു. അതെങ്ങനെ ശരിയാവണേ? അപ്പൊ പിന്നെ നിങ്ങള് ഈ മുക്കുവരായ നമ്പൂതിരിനെ എന്തിനാ വച്ചാനിക്കാൻ ചോദിക്കണം? അതൊക്കെ ചോദിക്കണം. മുക്കുവരായ നമ്പൂതിരിനെ എന്തിനാ വച്ചാനിക്കണേ? മുക്കുവരല്ലേ? അതൊക്കെ ചോദിക്കണം തിരിച്ച്. പിന്നെ കണിയാൻ നാണുവിനെ എന്തിനാ ദൈവം എന്ന് പറയണെന്ന് ചോദിക്കാം. നാണു കണിയാനെ. അപ്പൊ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, സാർ ഒരിക്കലും കുറ്റം പറയുന്നില്ലെന്ന് പറഞ്ഞു. സാറ് ഗുരുവായിട്ട് അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗുരുവായിട്ട് അംഗീകരിക്കേണ്ടത് അതുപോലെ കണിയാൻ നാണുവാണ്. നാണു കണിയാനെ ഇഴവരെന്തിനാ പോയിരിക്കണേ? അതും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ പറഞ്ഞു? എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് അമ്മ വീണ്ടും എന്നോട് പറഞ്ഞു, എടി നീ കാണിച്ചത് തെറ്റാ, നീ അത് അംഗീകരിക്കാൻ പറഞ്ഞു. അല്ല, അത് തന്നെ പറഞ്ഞു. അപ്പൊ നാണു കണിയാന് ദൈവമായിട്ട് ഇഴവരെന്തിനാ നാണു കണിയാനെ ദൈവമായിട്ട് കാണാൻ ചോദിക്കാം. അന്നേരപ്പൊന്നും മിണ്ടല്ല. അതാണ് പറഞ്ഞത്. അല്ല, എന്തായാലും നാണു കണിയാന് ദൈവം എന്ന് പറഞ്ഞ് നടക്കാമെങ്കിൽ ഇതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കണം. നാണു കണിയാന് ദൈവം എന്ന് പറയുമ്പോ സാറ് പറഞ്ഞ സാറിന്റെ വീട്ടിലൊന്നും കണിയാന്മാരെ കയറ്റില്ലാന്ന് പറയണം. അപ്പോഴോന്ന് ചോദിക്കണം, നിങ്ങൾ ദൈവമായിട്ടല്ല കാണണെന്ന് ചോദിക്കാം. പിന്നെന്ത്? നമ്മൾ ഒത്തിരി പറയണേ ഇരിക്കുന്നിടത്ത് നെയ്റ്റ് പോവേ. അല്ല, പറയണമെന്ന് എപ്പോഴും നാണു കണിയാനെ ദൈവം എന്ന് പറയുമ്പോ ഗതികേട്. അല്ല, ഞാൻ ഇതിങ്ങനെ എന്നെ പറഞ്ഞോണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്ന് പറഞ്ഞു. അമ്മ എന്നിട്ടും ലാസ്റ്റ് പറഞ്ഞു, നിന്റെ തെറ്റ് നീ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. നീ എന്നാത്തിനെ കണ്ട പെലേത്തിയൊക്കെ കൊണ്ടുപോയി വിളക്ക് കത്തിച്ചെന്ന് ചോദിച്ചു. നാണു കണിയാന് ദൈവമാക്കാമെങ്കിൽ അവര് മനുഷ്യരില്ലെന്ന് നോക്കണം. ഞാൻ സഹോദരൻ അയ്യപ്പനാന്ന് പറയണം തിരിച്ച്. വിളിച്ചത് എന്തിനാണ്? എനിക്ക് തോന്നിയിട്ട്, നിങ്ങൾ തോന്നിയിട്ടല്ലേ നിങ്ങള് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? അതേപോലെ എനിക്ക് നിങ്ങളെ എന്ത് പറഞ്ഞു? സമാധാനമായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കല്ലോ. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നിങ്ങൾ ലാസ്റ്റ് ഉടക്കേണ്ട കാര്യം എന്താ ഉടക്കിയത്? ഞാൻ നല്ല പോലെയല്ലേ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. എങ്ങനെ? നിങ്ങൾക്ക് മേളങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ താങ്കൾ പറയണം. അത് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മേളം കംപ്ലീറ്റ് കൃത്യമായിട്ട് ഒരു കലാകാരൻ എന്ന് പറയുന്നത് നിങ്ങൾ മൊത്തം പഠിച്ചിട്ടാണോ അത് ചെയ്യുക? ഞങ്ങൾ മൊത്തം പഠിച്ചിട്ടൊന്നുമില്ല. ഈ മൊത്തം പഠിച്ചോരെന്നുള്ളൊരു ഘടന നമ്മളതിലില്ല. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? യെസ്, ആണല്ലോ. അതിനാണ് എന്നെ തെറി വിളിച്ചത്. ഞാൻ നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല. എന്തിനാണ് ഞാൻ അവിടുത്തെ പൂജ വീഡിയോ വ്യക്തിഗത താങ്കൾ ചെയ്ത കുറ്റം നിങ്ങൾ പറയട്ടെ. ചെമ്പടവട്ടം മുറുകിയാണ് സാധാരണ താളം ചെയ്യുക. അത് ഞാൻ മുറുകിയിട്ട് ഈ കലശം പറഞ്ഞു കഴിഞ്ഞാല് താങ്കൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു? മേളങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. മേളങ്ങളെ കുറിച്ച് കലശം കെട്ടുക എന്ന് പറഞ്ഞ ചെമ്പടയിൽ വക കൊട്ടി നിൽക്കും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടന്ത, ചെമ്പ, നവകം, ധ്രുവം, പഞ്ചാരി, ഇങ്ങനെയുള്ള മേളങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള മേളങ്ങൾ നമുക്ക് ഓരോ രാവിലെ കൊട്ടേണ്ട മേളം, ഉച്ചയ്ക്ക് കൊട്ടേണ്ട മേളം, വൈകിട്ട് കൊട്ടേണ്ട മേളം, മേളങ്ങളിൽ ഇങ്ങനെ തന്നെയുണ്ട്. നമ്മൾ വെറും ശിങ്കാരി കൊട്ടുകാരല്ല, ശിങ്കാരി മേളക്കാരല്ല. നമ്മൾ 10-24 കൊല്ലം കഷ്ടപ്പെട്ട് കരഞ്ഞും പിടിച്ചും പഠിച്ചെടുത്ത സംഗതിയാണ്. അവിടെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ആളെ പരാമർശിക്കുമ്പോൾ അത് വ്യക്തിഗതയാണ്. താങ്കളായിട്ട് ഞങ്ങൾ ഒന്നിനും വന്നിട്ടില്ലല്ലോ. യുക്തമായിട്ടുള്ള കലശത്തിന് യുക്തമായിട്ടുള്ള
മേളം പോലും അല്ല അവിടെ നടക്കുന്നതെന്നേ പറഞ്ഞു. ഞാൻ നിങ്ങളെ അത് കുറ്റപ്പെടുത്തിയില്ല. എന്ത് യോഗ്യത നിങ്ങൾക്ക് അതിന് പറയാനുള്ളത്? എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് അല്ല, പറയാനുള്ളത്? ഇന്ന് വിളിച്ചാൽ നിങ്ങളായിരിക്കും വരുന്നത് അവരുടെ അടുക്കൽ, നാളെ വിളിച്ചാൽ വേറൊരാളായിരിക്കും വരുന്നത്, മറ്റന്നാൾ ക്ഷേത്രത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെ പറയാൻ ആൾക്കാരായിരിക്കും താങ്കൾക്ക് എന്ത് വരുന്നത്. യോഗ്യത? താങ്കൾ മേളം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മൊത്തം പഠിച്ചിട്ടുണ്ടോ ഇതിനെ ഞാൻ ആധികാരികമായിട്ട് മൊത്തം പഠിച്ചെന്ന് താങ്കളോട് സ്ഥിരീകരിക്കാൻ? പറഞ്ഞോ? ഞാൻ മൊത്തം പഠിച്ചെന്ന് താങ്കളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ആ, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? എല്ലാം ഞങ്ങളുടെ തകരാറായിട്ട് ഈ ഞാൻ ലോകത്ത് അവിടുത്തെ ആരുമില്ല. പൂജയെക്കുറിച്ചും കലശങ്ങൾ, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു താങ്കൾ കലശം ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പൂജയെക്കുറിച്ചും കലശം ഉണ്ടാക്കുന്നതിനെ നിങ്ങൾ കുറിച്ചും അല്ല, സംസാരിക്കാനല്ല ഞാൻ താങ്കളെ നിങ്ങൾ എങ്ങനെ വിളിച്ചത്. കൃത്യമായിട്ട് ഞാൻ താങ്കളെ കൊട്ടിപ്പോന്നു? വിളിച്ചത് നിങ്ങൾ എങ്ങനെ, അതിനല്ല. ഞാൻ ചോദിക്കട്ടെ, മനസ്സിലായോ? നിങ്ങൾ വേറെ താങ്കൾ ഞങ്ങളെ വ്യക്തിഗത ചെയ്തപ്പോഴാണ് ഞങ്ങൾ വിളിച്ചത്. ഞാൻ ഈ ചോദിച്ചു, നിങ്ങൾ വീഡിയോ വേറെ എന്ന് പറഞ്ഞു വേറെ കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നതല്ല. വേറെ കലശങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വേറെ പറഞ്ഞു കലശ- കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മാത്രം നിങ്ങൾ പറയുന്നത് കാണുന്നതല്ല. മാത്രം ഇത് കേട്ടാൽ പറ്റില്ല. മറ്റുള്ളവർ ഞാൻ പറയുന്നത് കാണുന്നതാണ്. കേൾക്കൂ. മറ്റുള്ളവരും കൂടി കാണും. അതും ഞാൻ കൂടി ആലോചിക്കണം. പറയുന്നത് മറ്റുള്ള കേൾക്കൂ. ഞാൻ ആൾക്കാരെ പറയുന്നത് വ്യക്തിഗത കേൾക്കൂ. ചെയ്ത് ഞാൻ പറയുന്നത് അതിലേക്ക് കേൾക്കൂ. സംസാരിക്കുമ്പോൾ നമ്മൾ ഞാൻ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതിലേക്ക് അപ്പൊ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ? മറ്റുള്ളവരെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് പ്രശ്നം ഉണ്ടെന്ന് കേൾക്കൊണ്ടിരുന്നാൽ വിചാരിച്ച് മതിയോ? അതിൽ നമ്മളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കരുത്. എന്തിനാണ് ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ പറയുന്നത് മാത്രം ഞാൻ കേട്ടാൽ മതിയോ? ഇന്നലെ നിങ്ങൾ പറയ്. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു കലശം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങള് ചെണ്ടവാദ്യം ഉപയോഗിക്കുന്നതാണ്, താളമേളങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കലശം കണ്ടിട്ടുണ്ടോ? ഞങ്ങള് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഒക്കെ പോയിട്ട് കലശം കണ്ടു. ഓ, ആയിക്കോട്ടെ, നിങ്ങൾ കേരളം മൊത്തം ആയിക്കോട്ടെ. തന്നെയാണ് നിങ്ങൾ പ്രഗത്ഭനാണെന്ന് പറയുന്നതുകൊണ്ട് സംസാരിക്കാനും നിങ്ങൾ പ്രഗത്ഭനാണ് സമ്മതിക്കുന്നത്. നിങ്ങൾ പ്രഗത്ഭനാണ് സമ്മതിച്ചത്. മനസ്സിലായോ? പക്ഷേ കലശം ഇതുപോലൊരു ചെയ്യുന്നത് കലശം പല കണ്ടിട്ടുണ്ടോ? സ്ഥലത്തും പല രീതിയിൽ ചെയ്യാറുണ്ട്. അതൊന്നും എനിക്ക് താങ്കളോട് കലശം സംസാരിക്കാൻ എല്ലായിടത്തും ഒരുപോലെ ഉള്ളൂന്നെ. എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല. മനസ്സിലായോ? എല്ലായിടത്തും ഞങ്ങൾ ഈ കലശം ഒരുപോലെ കൊട്ടിനെ ഉള്ളൂ. ഇങ്ങനെ ഒരു ഈ കലശം നിങ്ങൾ മേളത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? സംസാരിച്ചതിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു മറ്റുള്ള കലശം കാര്യങ്ങളെ നിങ്ങൾ കുറിച്ചൊന്നും കണ്ടിട്ടുണ്ടോ? എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതിനല്ല ഞാൻ താങ്കളെ വിളിച്ചത്, താങ്കളോട് സംസാരിച്ചതും. ഞങ്ങളെ വ്യക്തിപരമായിട്ട് താങ്കൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഞങ്ങൾ വിളിക്കും. ഏതവനായാലും ഞങ്ങൾ വിളിക്കും. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വിളിക്കും. തെറി വിളിക്കുവോ താൻ? അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വിളിച്ചാൽ താൻ തെറി വിളിക്കുവോ? ആരാ തെറി വിളിച്ച്? താനല്ലേ അവസാനം മായും പൂവും കൂട്ടി റെക്കോർഡ് സാധ്യത എന്റെ ഉണ്ട്. എന്നാ റെക്കോർഡിന്റെ നന്നായി പോയി. താങ്കൾ എന്താ ചിലക്കാതെ പോടാന്ന് പറഞ്ഞതല്ലേ? ഏതാ ചിലക്കാതെ പോടോന്ന് താനല്ലേ പറഞ്ഞാൽ? ഞാൻ ചിലക്കാതൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ഭാഷ എന്റെ അടുത്തുണ്ട് റെക്കോർഡ്. ഞങ്ങൾ അങ്ങനത്തെ ഭാഷ പഠിച്ചിട്ടില്ല. മനസ്സിലായോ? കേട്ടല്ലോ. ഞങ്ങൾ അങ്ങനത്തെ ഭാഷ പഠിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ പറയുന്നതെല്ലാം മൂളി കേൾക്കുവാറ്. നിങ്ങൾ ഏത് താളമാണ്, എന്ത് താളമാണ്, ഏത് രീതിയാണ്, നിങ്ങളൊന്ന് പറയടോ, നിങ്ങൾ അങ്ങനെ ചെയ്യടോ, ഇങ്ങനെ താങ്കളാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് ആ താളം ഏതാണ്, ആ മേള ഏതാണ്, അക്ഷരകാലങ്ങളുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യാന്ന് പറയുമ്പോ താങ്കൾ പറഞ്ഞു തരണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതറിയാൻ വേണ്ടിയിട്ടാണ് താങ്കളെ വിളിച്ചത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് താളം എന്താണെന്നറിയോ, നിങ്ങൾക്ക് താളബോധം ഉണ്ടെന്നറിയോ, ഏത് താളത്തിലാണ് ചെയ്യുക എന്നറിയോ, ഇതൊക്കെ നിങ്ങൾ ഞാൻ അന്നേരം ഓരോന്നും സംസാരിച്ചുകൊണ്ടേയിരുന്നു. മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, മറ്റുള്ള ആളുകളെ വ്യക്തിഗത ചെയ്യാതിരിക്കാം. മനസ്സിലായോ? മറ്റുള്ള ആരെ വ്യക്തിഗത എടുത്തിട്ട വീഡിയോയിൽ ഞങ്ങളുടെ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന മേളം ശരിക്കും കാണിക്കുന്നുണ്ട്. ശരിക്കും കാണിച്ച് ഞങ്ങൾ കൊട്ടുന്ന ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങളെ വീഡിയോ ചെയ്യുന്നത്. താങ്കളെ വർത്തമാനം എന്താണ്? നിങ്ങൾ തെക്കും മടക്കുമെല്ലാം ചെയ്യുന്ന ആൾക്കാർ. ഞാൻ നിങ്ങളെ മോശമായിട്ട് ഇപ്പോഴും ചിത്രീകരിച്ചിട്ടില്ല. കാരണം നിങ്ങൾ കലശത്തിന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. എങ്ങനെ? നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കലശത്തിന് വായിച്ചിട്ടുണ്ടോ? ഒരുപാട് കലശത്തിന് ഞങ്ങൾ കൊട്ടാറുണ്ട്, മേളം ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനല്ല ചോദിച്ചത്. ഇതൊരു കലശത്തിന്റെ രീതിയാണോ, കൃത്യമായിട്ടുള്ള രീതിയിലാണോ പോയത്? പിന്നെ വായിക്കാനാണെങ്കിൽ പിന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ഈ കലശത്തിന്റെ ഓരോ വീഡിയോകളും നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ആ കലശത്തിന്റെ വീഡിയോയിൽ ഓരോ താളമേളങ്ങൾക്കനുസരിച്ച് ക്ഷേത്രത്തിൽ പിന്നീട് വന്നതാണ് ചെണ്ട എന്ന് പറയുന്നത്, വാദ്യം എന്ന് പറയുന്നത് തന്നെ. ചെണ്ടവാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വന്നതാണ്. പിന്നീട് ക്ഷേത്രത്തിൽ യൂട്യൂബ് കാണുക. യൂട്യൂബ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഈ ചെണ്ട ക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര കാലമായി? ശരി, എല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരായിപ്പോല്ല. മാന്യമായിട്ട് സംസാരിക്കാൻ മാന്യമായിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ക്ഷേത്ര നമസ്കാരം ഗുരുനാഥ. ഇന്നലെ സാറിനെതിരായിട്ടേ ഒരു എന്ന് പറഞ്ഞ ആളുടെ ശരിക്കും പേര്
ആള് തെക്കുംതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആൾ പറഞ്ഞ അമ്പലം, ഈ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ ഞാൻ ഒരുപാട് തവണ പോയിട്ട് അവിടുത്തെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു ഞാനും. അവിടെ പോയിട്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല ഈ അമ്പലത്തിൽ. അങ്ങനെ ഇവിടെ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സാറിൻ്റെ അവിടെ എത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് തവണ ആ അമ്പലത്തിൻ്റെ നിർമ്മാണ കാലഘട്ടം മുതൽ തന്നെ നമുക്ക് അറിയാം ഈ ക്ഷേത്രവും കാര്യങ്ങളും. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇവിടെ അമ്പലത്തിലെ കമ്മിറ്റിക്കാരോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇവിടെ തെക്കുംതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുടെ വീട്. ആള് ഭൂലോക ഉടായിപ്പാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആളുടെ വീടെന്ന് പറഞ്ഞാൽ തെക്കുംതറ എന്ന സ്ഥലം എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഫോട്ടോ അയാളെ കാണാൻ പറ്റുകയാണെങ്കിൽ അയാളുടെ വീടും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് സാറിന് അയച്ചു തരാം.